കൈയടിച്ചപ്പോൾ നിങ്ങൾ കൂടെ കൈയടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ സ്ട്രെങ്ത്തിലൊരു ഗുഡ് ഈവനിങ് കിട്ടുമെന്ന്. ഒന്നുകൂടി ഗുഡ് ഈവനിങ്. ആ സൂപ്പർ, കണ്ട മുഴങ്ങി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമുക്കൊരു ചെറിയ ഗെയിം കളിച്ചാലോ? ഞാൻ ഹായ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹലോ എന്ന് പറയാം, ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹായ് എന്ന് പറയാം. തെറ്റിക്കോ? റെഡി? അപ്പോൾ ഞാൻ ഹായ് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ഹലോ എന്ന് പറയുമ്പോൾ ഓക്കെ. ഹലോ, ഹായ്, ഹലോ, ഹായ്, ഹായ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഹലോ. ഹലോ, വാവ്, അടിപൊളി. സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ക്രിസ്തു കിരൺ സ്കൂളിലെ ഈ ഒരു ആനുവൽ സെലിബ്രേഷന് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയാലും അവിടെ നിന്ന് ആ ഒരു എനർജി മുഴുവൻ എനിക്ക് കിട്ടിയാൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഈ പ്രോഗ്രാമിന് എനിക്കും ഒരവസരം നൽകിയ എല്ലാവർക്കും നന്ദി പറയുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു പ്രിൻസിപ്പൽ സിസ്റ്റർ ട്രീസ, വൈസ് പ്രിൻസിപ്പൽ സുബിത സിസ്റ്റർ, ലിസ സിസ്റ്റർ, അതുപോലെ തന്നെ മരിയ സിസ്റ്ററാണ് എന്നെ ഇങ്ങോട്ടത്തേക്ക് ഒരു ഇൻവിറ്റേഷൻ ആദ്യം അയക്കുന്നത്. മരിയ സിസ്റ്റർ ഞാനും നിർമ്മല ഭവൻ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചെന്നല്ല, ഞാൻ പഠിച്ചപ്പോൾ സിസ്റ്റർ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചത്. ഞാൻ സംസാരിക്കുന്നതൊന്നും കേൾക്കാനുള്ളൊരു മാനസിക അവസ്ഥയിലല്ല നിങ്ങളെന്ന് എനിക്കറിയാം. എല്ലാവർക്കും പ്രൈസ് കിട്ടിയപ്പോൾ ഹാപ്പി ആയോ? സൂപ്പറായോ? ഇനിയും കുറച്ച് പ്രൈസ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടേ? അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അതിനകത്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കത്തില്ല. പക്ഷേ എനിക്കിവിടെ ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. എന്തെങ്കിലും കുറച്ച് സംസാരിക്കണം, പിന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പാട്ടൊക്കെ പാടണം. പാട്ട് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? വാവ്, എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണല്ലേ? എങ്ങനത്തെ പാട്ടാണ്? സ്ലോ പാട്ടാണോ ഇഷ്ടം? അടിച്ചുപൊളി പാട്ടാണോ ഇഷ്ടം? അടിച്ചുപൊളി പാട്ടാണ് ഇഷ്ടം അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ ഒരുമിച്ച് പാടാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് 2 പറയാനുണ്ടെന്നൊക്കെ. ഇന്നിപ്പോൾ പ്രൈസ് കിട്ടിയ എല്ലാവർക്കും എൻ്റെ വലിയൊരു കൺഗ്രാജുലേഷൻസ്. നല്ലൊരു കൈയ്യടി നിങ്ങൾക്ക് തന്നെ കൊടുത്തേക്കാമോ? സൂപ്പർ. ഞാനും അവിടെ ഇങ്ങനെ കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിങ്ങളെ പോലെ സീറ്റിലിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് മുഴുവനും ട്രോഫിക്കകത്തായിരുന്നു. അപ്പോൾ വന്ന് സംസാരിക്കുന്ന ആരും പറയുന്നത് കേൾക്കാറില്ല. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ പ്രൈസ് കിട്ടാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഫെയിലായി, അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിലൊക്കെ വന്നിട്ട് പെർഫോം ചെയ്യാൻ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഒരിക്കലും എന്താ പറയുക, എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഫെയിലായി പോയി എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? സൂപ്പർഡാ, നല്ലൊരു കൈ എടുക്കാം. അടുത്ത പ്രാവശ്യം പരിശ്രമിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് വിജയം കിട്ടും. മാത്രമല്ല, വിജയിക്കുന്നത് സെക്കൻഡറി ആണ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിലെല്ലാം നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. സൂപ്പർ. അതുപോലെ തോൽവിയാണ് എപ്പോഴും നമുക്ക് നല്ല ലെസൺസ് തരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇസ് ദാറ്റ് വി ഷുഡ് ഫെയിൽ ഫാസ്റ്റ്. എന്താ ഞാനിപ്പോൾ പറഞ്ഞതെന്നറിയോ? റിപ്പീറ്റ് ആഫ്റ്റർ മീ. യു ഷുഡ് അല്ല, വി ഷുഡ് ഫെയിൽ ഫാസ്റ്റ്. ഫെയിൽ, പെട്ടെന്ന് തോൽക്കുക. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് അങ്ങ് ഇവിടെ വന്ന ഒരു ചേച്ചി എന്താ നിങ്ങൾ വിളിക്കുന്നത്? എന്താണ് അനാമിക എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ വന്ന് കയറി വന്നിട്ട് തോക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാനിന്ന് പഠിക്കുന്നില്ല എന്നല്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് തോൽവി കിട്ടിയാലും നിരാശപ്പെടരുത്. കാരണം തോൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പുതിയ എക്സ്പീരിയൻസസ്, പുതിയ ലെസൺസ് നമുക്ക് കിട്ടുന്നത്. സോ വി ഷുഡ് ഫെയിൽ ഫാസ്റ്റ്. ഓക്കെ. ഓൾസോ എന്താ പറയുക, ഇവിടെ നിങ്ങളുടെ പാരൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് നല്ലൊരു കൈയടി കൊടുത്തേക്കാമോ? കാരണം നമ്മളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കുസൃതികൾക്കും കൂട്ടു നിൽക്കുന്നത് ഏറ്റവും ആദ്യം പാരൻസ് ആണ്. ആൻഡ് വി ഹാവ് ടീച്ചേഴ്സ് ഹിയർ. നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ വി ഷുഡ് ബി താങ്ക്ഫുൾ, വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദെയർ പ്രസൻസ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ. ഒന്നും കേട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു വൈബും എന്താ പറയുക, ഞാൻ ഫാദറിന് ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഇപ്പം തന്നെ മൊത്തത്തിൽ ഒരേ വൈബിലാണ്. മറ്റു കാര്യം പറയട്ടാ, ഫാദറിൻ്റെ ഭാഗം എല്ലാവർക്കും ഇന്ന് ട്രീറ്റ് ഉണ്ട് എന്ന് ഫാദർ പറഞ്ഞില്ല, ഞാൻ വെറുതെ കൈ നിട്ടതാണ്. അപ്പോൾ നമുക്ക് പ്രെയർ കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രെയർ കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് കടന്നാലോ? എന്ത് പറയുന്നു?
നമ്മൾ പ്രെയർ കേൾക്കുന്നുണ്ടല്ലോ ചെറുതായിട്ട്, ഈവനിങ് പ്രെയറാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അടിച്ചുപൊളി പാട്ട് പാടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രെയർ കഴിഞ്ഞ ഉടനെ നമുക്ക് അടിച്ചുപൊളി പാട്ട് വരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറയൂ, എനിക്കറിയാമെന്ന് നോക്കട്ടെ. പച്ച പരിഷ്കാരി ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ ആവേശത്തിലെ ഇല്ലുമിനാറ്റി ഇഷ്ടമാണോ? ഇല്ലുമിനാറ്റി പാട്ട് ഇഷ്ടമാണോ? പിന്നെ തമിഴ് പാട്ട് ഇഷ്ടമാണോ? തമിഴ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ? വിജയ്. വിജയുടെ ഏത് സോങ് ആണ് ലേറ്റസ്റ്റ്? ഞാൻ റെഡിദാൻ ഇഷ്ടമാണോ പാട്ട്? പക്ഷെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പോരാ, സ്റ്റേജിൽ വന്ന് എൻ്റെ കൂടെ പെർഫോം ചെയ്യണം. താഴെ നിന്ന് കഴിഞ്ഞാൽ വയറൊക്കെ തട്ടി നിങ്ങൾ താഴെ വരും. അതുകൊണ്ട് സ്റ്റേജിൽ കയറി എൻ്റെ കൂടെ പെർഫോം ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് പാട്ട് പാടാം. റെഡി? പിന്നെ അതിന് മുന്നേ ആദ്യമേ നമ്മൾ ഈ അടിച്ചുപൊളി പാട്ട് പാടി കഴിഞ്ഞാൽ ഒരു വാമപ്പ് കിട്ടില്ലല്ലോ. അതിന് മുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടുണ്ടോ? അങ്ങുവാന കോണിന് ഇഷ്ടമാണോ? ഏറ്റ് പാടാൻ അറിയാവോ? എങ്കിൽ നമുക്ക് ആ പാട്ടിൽ നിന്ന് തുടങ്ങിയാലോ? പ്രെയർ കഴിഞ്ഞു, അപ്പോൾ നമുക്ക് പാട്ട് തുടങ്ങിയാലോ? റെഡി? ഓക്കെ. ചെല്ലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ മിഴി പോട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നു തളരാതെ ഓട് ചിരിയോടെ കുഞ്ചി കളിയാടി വളര് വളര്
എന്നേക്കാൾ വലിയൊരു കൈഡി അവർക്കാണ് കൊടുത്തത്. എല്ലാ ലിറിക്സും അവർ കാണാതെ പാടി. ഞാൻ നോക്കും മൊബൈലിൽ വെച്ച് പാടുന്നത്, എന്തൊരു കഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാതെ അറിയാം അല്ലേ? സൂപ്പർ. അപ്പോൾ പച്ച പരിഷ്കാരി ചോദിച്ചു, പക്ഷെ എനിക്ക് പച്ച പരിഷ്കാരിയുടെ മ്യൂസിക് എൻ്റെ കയ്യിലില്ല. അപ്പോൾ വെറുതെ പാടിയാലോ? പാടുവോ? പച്ച പരിഷ്കാരി പച്ച മലയാളി. ആഹാ 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 തോക്കെടുത്തിട്ട്. ഓക്കെ, ഗുഡ്. സോ അടുത്ത ഇല്ലുമിനാറ്റി പാടുന്ന ആരൊക്കെ സ്റ്റേജിൽ വരും? വരൂ വരൂ, കമോൺ. ആ സൂപ്പർ. ആ ഓ, ട്രാക്കിന്റെ വോളിയം കുറയും. ഓ, ഇതിനകത്ത് കുറയ്ക്കണം. ഓക്കെ ഓക്കെ, ശരി. ഇത് കൂട്ടണം മാക്സിമം മാക്സിമം. റെഡി ആയോ? യോ യോ യോ, ഒരു മയത്തിൽ കളിക്കണേ. അവിടെയൊക്കെ ഫാനൊക്കെ ഉള്ളതാണ്, വന്ന് വീടല്ലോ കേട്ടോ. ഓക്കെ റെഡി, പാട്ടിടാൻ പോവാണേ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവന്, ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവന്, കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകന്, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോന്നി അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല്, ഇരുട്ടിൽ തെറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല്, ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക്. കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ, തോക്കിൻ കാഞ്ചി പരിശീലം പണ്ട് മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കരി തീരാത്ത വാശി, അണ്ണൻ മീശ വച്ചോരാറ്റപ്പൂടി. ഇടയാൻ വന്നോരുക്കും നിന്നോരുക്കും പണ്ടയാവത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡ സർബത്ത്, നൊടിയിൽ മകയാനെ മെരുക്കിടും കരുത്ത്, ഇവനെ പടച്ചു വിട്ട കടപുള്ളത്ത് പത്ത്. ഇതിലാരോടും തോൽക്കാവീരൻ, കരളിത് നന്മയ്ക്കായി തേങ്ങും പൈതൽ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, മറഞ്ഞോ താരാട്ടാതെന്തേ. മൂന്നാം കണ്ണിൽ കോപം തുള്ളും, വരുന്നതിനും സ്വപ്നം കാണും. One, two, three.
റിയയുടെ പാട്ട് വേണം എന്ന് പറഞ്ഞില്ലേ? നാ റെഡി താ വരവാ പാടണ്ടേ? അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരൊറ്റ കലാശ കൊട്ട് മൊത്തം ഡാൻസ് ആണേ. ഒരു മിനിറ്റ്. വോളിയം വെച്ചോണേ, എല്ലാം കേൾക്കാൻ പറ്റും. வரவா அண்ணன் நான் இறங்கி வரவா தேல் கொடுத்த சிங்கத்தை சிங்காதப்பா எவதற்கு ஏறுக்கு மாறாதப்பா நாரடிதான் வரவா அண்ணன் நான் தனிய வரவா தரநடுக்கிற பறையடிக்கிற நாடத்தான் வெறலடிக்கிற தீபந்த நாயத்தா பத்தாத பாட்டில் நான் குடிக்க அண்டால கொண்ட சேசடிக்க கேடாவட்டி கொண்டாங்கடா எப்பாத்து நான் தனிக்க மிளகா தட்டி முட்டி குழம்புல கொதிக்குதுப்பா அந்த காலழகு அடித்தடி விட்டு குத்து எங்கள் வீட்டு சமையல் வர அட கலந்திருக்கு அது பல கத்தி எங்க என்ன குத்த காத்திருக்கு அதுதான் கணக்கு இந்த கத்தி வேண ரகம் வேணாம் ஸ்கெட்சு எனக்கு புரிதா உனக்கு இல்லி உள்ள போனா போதும் இல்லி வெல்ல வருவாண்டா இல்லி உள்ள போனா போதும் இல்லி வெல்ல வருவப்பா ஊருக்குள்ள எனக்கு ஒரு பேர் இருக்கு கேட்டாலே அது ரூம் பார் உனக்கு போஸ்டர் அடி அண்ணாரடி கொண்டாடி கொழுக்கணுடி நான் ரெடிதான் வரவா அண்ணன் நான் இறங்கி வரவா தேல் குடிக்க சிங்கத்தை சிங்காதப்பா எவதடுத்து என் ரூட்டு மாறாதப்பா நான் ரெடிதான் வரவா அண்ணன் நான் தனியா வரவா தரநடுங்கிற பறையடிக்கிற நாடத்தான் விரலடிக்கிற தீபந்த நாயத்தா பத்தாத பாட்டில் நான்
കുടിക്ക അഞ്ചാല കൊണ്ട് ചേർത്തടിക്ക കേടാവട്ടി. ഒരുമിച്ച് സ്റ്റെപ്പ് അടിച്ചല്ലോ. കൊണ്ടാടി കൊടുക്കാനോടി. കമാൻ. അടിപൊളി. ഇവർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. കമാൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും ക്ഷീണിച്ചോ? ഇല്ല, ഇനിയും സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ എനിക്ക് സ്ട്രെങ്ത് തീർന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഇറ്റ് വാസ് സോ ഗുഡ്. വൺസ് അഗെയിൻ ക്രിസ്തു കിരൺ സ്കൂളിലെ ഈ ഒരു ആനുവൽ സെലിബ്രേഷന് എനിക്കും ഒരു ഭാഗമാവാൻ ശേഷം ഒരുപാട് സന്തോഷം. ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ്, ആദ്യത്തെ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടു, അടിപൊളിയായിരുന്നു. വൺസ് അഗെയിൻ ഇന്ന് ഈ പ്രോഗ്രാമിന് എനിക്കും ഒരു അവസരം നൽകിയ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്കിങ് സിസ്റ്റേഴ്സ്, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആൻഡ് ഓൾ ദി പാരൻസ്, സ്റ്റുഡൻസ്. അപ്പോൾ അടിച്ചു പൊളിച്ചില്ലേ? ഓക്കെ അല്ലേ? അപ്പം ഞാൻ പോട്ടെ. പൊയ്ക്കോന്ന്. ശരി, അപ്പോൾ ടാറ്റാ. താങ്ക് യു സോ മച്ച്. Thank you, Anamika, for your wonderful performance. And ഒരു നന്ദിയുടെ അടയാളമായിട്ട് ഞങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ട്രീസ അനാമികയെ പൊന്നാട അണിയിക്കുന്നു. താങ്ക് യു. പോകുന്നതിന് മുമ്പായിട്ട് ഒരു മെലഡി ഗാനവും കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു മെലഡി ഗാനം പാടാമോ എന്ന് എൻ്റെ ഒരു സജഷൻ വന്നു. ഉറപ്പായിട്ടും. പക്ഷേ ഞാൻ കൊണ്ടുവന്ന ട്രാക്ക് ഇതിലില്ല. എന്നാലും നമുക്ക് ഒരുമിച്ച് പാടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട് 1000 കണ്ണുമായി ഓക്കെ ആണോ? മഞ്ഞു വീണതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, പൈങ്കിളി മലർത്തേൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഓമനേ നീ വരും നാളും എണ്ണിയിരുന്നു ഞാൻ, പൈങ്കിളി മലർത്തേൻ കിളി. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി.
പ്രൊമോഷൻ ആയാലോ? ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ബാറോസ് എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയിൽ നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ കൂടെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അത് യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് അറിയില്ലേ? യൂട്യൂബ് കാണാറുണ്ടോ? ഒറ്റയ്ക്ക് കാണണ്ട, പാരൻസിൻ്റെ കൂടെ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞ് യൂട്യൂബിൽ എന്താ പറയുക, യൂട്യൂബ് എടുക്കുമ്പോഴത്തേനും ബറോസിലെ മനമേ മാനമേ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഓക്കെ, അത് കേൾക്കണം സമയം കിട്ടുമ്പോൾ. കേട്ടിട്ട് അഭിപ്രായം പറയോ? എങ്ങനെ പറയും? യൂട്യൂബിൽ കമൻറ്റ് ഇട്ടാൽ മതി. എൻ്റെ ഒരു കമൻറ്റ് ഉണ്ട്, അതിന് റിപ്ലൈ ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്ന് പറയണം, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം. ഓക്കെ, കേൾക്കോ? അയ്യോ, അതിനൊരു ഉഷാറില്ലല്ലോ. കേൾക്കോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, Mrs. Anamika, for fabulous and energetic performance.